പീഡനക്കേസ് പ്രതിയായ ആളെ CPM ലോക്കൽ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തു. പത്തനംതിട്ട തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗമായാണ് CC സജിമോന്റെ പുനഃപ്രവേശനം. 2018 വിവാഹിതയായ സ്ത്രീയെ ഗർഭിണിയാക്കി എന്ന കേസിലും DNA പരിശോധനയിൽ ആൾമാറാട്ടം നടത്തിയെന്ന കേസിലും പ്രതിയാണ്. വിവരങ്ങളുമായി CK അഭിലാൽ ചേരുന്നു. അഭിലാൽ, എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ ആരോപണ വിധേയനായ ഒരാളെ ഇപ്പോൾ പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നത് ഈ അടുത്തിടെയായി വലിയ പുതുമയൊന്നുമല്ല എന്ന് തോന്നുന്നു. വാളണ്ടിയറായ യുവതി ഗർഭിണിയായ സംഭവം കേസിൽ കുട്ടിയുടെ പിതൃത്വം തെളിയിക്കാനുള്ള DNA പരിശോധനയുടെ ഫലം അട്ടിമറിച്ചത് സമീപകാലത്ത് പാർട്ടി പ്രവർത്തകയായ യുവതിയുടെ നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ ആരോപണ വിധേയനാണ് CC സജിമോൻ. ഇയാൾക്കെതിരെയുള്ള ആദ്യ നടപടി 2018 പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയായിരുന്നു. തിരിച്ചെടുക്കപ്പെട്ട സജിമോനെ 7 മാസങ്ങൾക്ക് മുൻപ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കുകയാണ് ഉണ്ടായത്. ആക്ഷേപം 1 നടപടി 2 എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സജിമോന്റെ നിലപാട്. അങ്ങനെ സജിമോൻ ഒരു വിഷയത്തിൽ തന്നെ 2 നടപടി തനിക്കെതിരെ ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർട്ടി കൺട്രോൾ കമ്മീഷന് പരാതി നൽകുകയായിരുന്നു. ഈ വിഷയം പരിശോധിച്ചതിൽ നടപടിയിൽ ചില പാകപ്പിഴകൾ ഉണ്ടായി എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് CPM ഇയാളെ തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടത്. പ്രാഥമിക അംഗത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗമായി കൂടി അദ്ദേഹത്തിന് പ്രവേശനം ലഭ്യമായിരിക്കുകയാണ്. അതേസമയം ഇയാൾക്കെതിരായ ആദ്യ അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ഈ DNA പരിശോധനയിൽ ആൾമാറാട്ടവും സ്ത്രീയെ പീഡനത്തിന് ഇരയാക്കി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും വീണ്ടും തൽസ്ഥാനത്തേക്ക് തിരികെ എടുത്തു എന്നതാണ് ഇപ്പോൾ പറയുന്നത്. ചിലപ്പോൾ മുതിർന്ന നേതാക്കളിൽ പലരും ഇത്തരത്തിലുള്ള ആരോപണ വിധേയരായവരുണ്ടായിട്ടും അവരൊക്കെ വളരെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിയെത്തിയാൽ എന്തുകൊണ്ട് ഞങ്ങൾക്കും ആയിക്കൂടാ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവണമെന്ന് തോന്നുന്നു. പാർട്ടിയിൽ ഈ അടുത്തിടെയായി ചില അച്ചടക്ക നടപടികളൊക്കെ പലരുടെയും പേരിൽ എടുത്തിട്ടുണ്ട് എങ്കിൽ കൂടിയും അങ്ങനെ ചില കുറ്റപ്പെടുത്തലുകൾക്ക് ഇടവയ്ക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ആയിരിക്കണം ഇനി ഇതിനെതിരെയും നടപടിയെടുക്കുമായിരിക്കും. പാർട്ടിയിൽ തരം താഴ്ത്തൽ പോലെയുള്ള നടപടികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കർശന നടപടികൾ എടുക്കുമായിരിക്കുമെന്ന് വിചാരിക്കാം.